നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. എറണാകുളം കുണ്ടന്നൂരിൽ ഹോട്ടലിൽ വൻ തീപിടുത്തം. എംപയർ പ്ലാസ ഹോട്ടലിലാണ് തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. നിതിൻ, തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ നിതിൻ? ഉന്മേഷ്, എന്തായാലും തീ ഇപ്പോൾ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മിപ്പോൾ ഹോട്ടലിലെ ദൃശ്യങ്ങൾ തന്നെ കാണാം. എംപയർ പ്ലാസ എന്ന ഹോട്ടലാണ് രാത്രി 11 മണിയോടെ തന്നെ വൻ തീപിടുത്തമുണ്ടായത്. താഴത്തെ റെസ്റ്റോറന്റ് പൂർണ്ണമായും കത്തി നശിച്ചു. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ആളുകളെല്ലാം തന്നെ ഭക്ഷണം കഴിക്കാനെത്തിയ സമയത്തായിരുന്നു തീപിടുത്തമുണ്ടായത്. 11 മണിയോടെ തന്നെ തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു. എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നത് വ്യക്തമല്ല. എന്തായാലും ഇപ്പോൾ ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്തെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നീക്കുകയാണ്. ഗാന്ധിനഗർ, അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും 4 ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് ഇവിടെ ഏറെ നേരം പണിപ്പെട്ട് തീ അണച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ റെസ്റ്റോറന്റ് മുകളിലായി ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു. എംപയർ ഹോട്ടലിലെ ആളുകളായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. ഈ തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ ഈ താമസക്കാരെല്ലാം തന്നെ അല്പം പരിഭ്രാന്തരായി. അതിനുശേഷം പലരും ഈ തീപിടുത്തമുണ്ടായപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. അത് വലിയ തരത്തിൽ തന്നെ ഈ തീപിടുത്തത്തിന് ഒരു ആഘാതം കുറയ്ക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി കുടുങ്ങിക്കിടന്ന മറ്റാളുകളെല്ലാം തന്നെ പുറത്തേക്ക് ഇറക്കുകയായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ തീ പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. ഈ പൂർണ്ണമായും അടച്ച സ്ഥലത്ത് ഇപ്പോൾ ഈ അവശിഷ്ടങ്ങളെല്ലാം തന്നെ നീക്കുകയാണ്. എന്തായാലും വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. അതായത് ഈ ഹോട്ടലിന്റെ 2ാമത്തെ നിലയിലേക്ക് വരെ ഈ തീ പടരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ കാണുന്ന സ്ഥലത്തേക്കായിരുന്നു ഈ നിലയിലായിരുന്നു, ഈ 2ാമത്തെ നില വരെ തീ പടരുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായത്. എന്തായാലും ഫയർഫോഴ്സും അതോടൊപ്പം നാട്ടുകാരും ചേർന്ന ശ്രമകരമായ ഒരു ദൗത്യമാണ് ഉണ്ടായത്. ഹോട്ടലിന് നേരെ എതിർവശമുള്ള ഫോറം മാളിൽ നിന്നായിരുന്നു ആദ്യം ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ വെള്ളം എത്തിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമം നാട്ടുകാരുടെ ഭാഗത്തും ഉണ്ടായത്. ഉടൻ തന്നെ നാട്ടുകാരും അതോടൊപ്പം തന്നെ പോലീസും ചേർന്ന് തീ അണക്കുകയായിരുന്നു. എന്തായാലും തീ പൂർണ്ണമായി അണക്കാൻ സാധിച്ചു അല്ലേ? തീ പൂർണ്ണമായിട്ടും ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് അണയ്ക്കാൻ സാധിച്ചു. നമ്മുടെ തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ നിന്നും ഗാന്ധിനഗർ സ്റ്റേഷനിൽ നിന്നുള്ള 2 യൂണിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോറം മാളിലുള്ള ERT ടീം, എമർജൻസി റെസ്പോൺസ് ടീമാണ് ആദ്യമായിട്ട് ഫയർ ഫൈറ്റ് ഇനിഷ്യേറ്റ്. അവരവിടെ നിന്ന് ലൈനിട്ട് ഫസ്റ്റ് ഫയർ ഫൈറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അത് ഇനിഷ്യൽ സ്റ്റേജിൽ കൺട്രോൾ ചെയ്യാൻ പറ്റി. ഇതിപ്പോൾ 10 റൂമിലായിരുന്നു നമ്മൾ റൂം സോളോട്ടായി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൂമെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. ക്യാഷ്വാലിറ്റിയിലൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എന്താണ് കാരണം എന്നത്? ഗ്രില്ല് നമ്മുടെ അത് ക്ലോസിംഗ് ടൈമിലായിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ തന്തൂരി ഗ്രില്ല് അവർ പൂർണ്ണമായിട്ട് തീ അണച്ചിട്ടില്ലായിരുന്നു. അവിടെ നിന്നുണ്ടായ ഫയർ ഇനിഷ്യേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടായത്. അവിടെ നിന്നുള്ള തീ എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇത് തന്നെയാണ് ഫയർഫോഴ്സ് ഇപ്പോൾ പ്രാഥമികമായി തന്നെ നൽകുന്ന വിവരം. തൊട്ടടുത്തുള്ള വാഹനങ്ങൾക്കും ഈ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 2 ഇരുചക്ര വാഹനവും അതോടൊപ്പം തന്നെ ഒരു ജീപ്പ് ഉൾപ്പെടെ 3 വാഹനങ്ങൾ ഭാഗികമായി കത്തി നശിച്ചു. എന്തായാലും തീ ഇപ്പോൾ പൂർണ്ണമായി അണക്കാൻ സാധിച്ചു. ഹോട്ടലിൽ കുടുങ്ങിക്കിടന്ന ആളുകളെല്ലാം തന്നെ പൂർണ്ണമായി ഇവിടെ ഒഴിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് വരികയാണ്. ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം ഉന്മേഷ്. അതായത് താഴത്തെ റെസ്റ്റോറന്റ് പൂർണ്ണമായും കത്തി നശിച്ചു. അതായത് തന്തൂരി ഗ്രില്ലിൽ നിന്ന് തീപിടുത്തമുണ്ടായി. തീ പിന്നീട് ഈ റെസ്റ്റോറന്റ് പൂർണ്ണമായും പടരുകയായിരുന്നു. തൊട്ട് മുകളിലേക്കുള്ള 2 നിലയിലേക്ക് വരെ തീ പടരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. എന്തായാലും നാട്ടുകാരുടെ എല്ലാം തന്നെ സംയോജിതമായ ഇടപെടലും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും പോലീസും എല്ലാം ചേർന്ന് ഉടൻ തന്നെ തീ അണക്കാൻ സാധിച്ചത് മറ്റ് വലിയ അപകടമാണ് ഒഴിവാക്കിയത്. ഫോറം മാളിൽ നിന്നും ഉടൻ തന്നെ ഈ ടീം, അതായത് എമർജൻസി റെസ്ക്യൂ ടീം എത്തി അതിനുശേഷം തീ അണക്കുകയായിരുന്നു ചെയ്തതാണ് ഇപ്പോൾ ഫയർഫോഴ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറെ നേരം ഈ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും നാട്ടുകാരെല്ലാം തന്നെ ഇപ്പോൾ ഈ തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ ഇവിടേക്ക് വന്ന് ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമാവുകയായിരുന്നു. എന്തായാലും ആളപായമില്ല എന്നത് ഏറെ ആശ്വാസകരമാണ്. നിലവിൽ ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. ഉന്മേഷ്. നിതിൻ അംബുജനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നിതിൻ അറിയിച്ചത്. എംപയർ പ്ലാസ ഹോട്ടലിലാണ് കുണ്ടന്നൂരിൽ തീപിടുത്തം ഉണ്ടായത്. തുടക്കത്തിൽ പരിഭ്രാന്തി ഉണ്ടായെങ്കിലും ഇപ്പോൾ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നാളെ റമദാൻ വ്രതാരംഭം. സൗദിയിലും ഒമാനിലും ഇന്ന് മാസപ്പിറവി ദൃശ്യമായി. ഇസ്ലാം മതവിശ്വാസികൾ ഇനിയുള്ള മാസം പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നോമ്പെടുക്കും. സൗദിയിലെ തമീറിൽ മാസപ്പിറവി ദൃശ്യമായതോടെ ശനിയാഴ്ച റമദാൻ 1 സൗദി സുപ്രീം കോടതി അറിയിച്ചു. ഒമാൻ ഉൾപ്പെടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ശനിയാഴ്ച റമദാൻ ആരംഭിക്കും. ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഒരു മാസക്കാലം പുണ്യങ്ങളുടെ പൂക്കാലമാണ്. പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വിശ്വാസികൾ നോമ്പെടുക്കുന്നു. സൽക്കർമ്മങ്ങൾക്ക് 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്നതിനാൽ ആരാധനാകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളും വർദ്ധിക്കും. റമദാന്റെ ആദ്യത്തെ 10 ദിവസം കാരുണ്യത്തിന്റെയും 2ാമത്തെ 10 പാപമോചനത്തിന്റെയും 3ാമത്തെ 10 ദിവസം നരകമോചനത്തിന്റേതുമാണ് എന്നാണ് വിശ്വാസം. അത്താഴവും ഇഫ്താറും തറാവീ നമസ്കാരവുമെല്ലാം റമദാൻ മാസത്തിന്റെ പ്രത്യേകതകളാണ്. സൗദിയിൽ സർക്കാർ സ്വകാര്യ മേഖലകളിലെ പ്രവൃത്തി സമയം 6 മണിക്കൂറായി കുറച്ചിട്ടുണ്ട്. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകരുടെ ഒഴുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വർദ്ധിക്കും. ഹറം പള്ളികളിലെ പ്രാർത്ഥനകൾക്ക് ഹറം കാര്യവിഭാഗം മേധാവി ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഉൾപ്പെടെയുള്ള ഇമാമുമാർ നേതൃത്വം നൽകും. സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും രാജ്യത്തെ ജനതയ്ക്ക് റമദാൻ ആശംസകൾ നേർന്നു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. റമദാനോട് അനുബന്ധിച്ച് തടവുകാർക്ക് മോചനം അനുവദിച്ച് UAE ഭരണാധികാരികൾ. നല്ല പെരുമാറ്റം കാഴ്ചവെച്ച തടവുകാരുടെ മോചനത്തിനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. മാപ്പ് നൽകിയവരുടെ പിഴ ഉൾപ്പെടെ ഏറ്റെടുക്കും. രാജ്യത്തെ വിവിധ ജയിലുകളിൽ കഴിയുന്ന തടവുകാരെ മോചിപ്പിക്കാനാണ് UAE ഭരണാധികാരികൾ ഉത്തരവിട്ടിരിക്കുന്നത്. ക്ഷമ, സഹിഷ്ണുത എന്നീ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള UAE ഭരണാധികാരികളുടെ മാനുഷിക പരിഗണനയുടെ ഭാഗമായാണ് നടപടി. നല്ല പെരുമാറ്റം കാഴ്ചവെച്ച തടവുകാരുടെ മോചനത്തിനാണ് വഴി ഒരുങ്ങിയിരിക്കുന്നത്. തടവുകാർക്ക് അവരുടെ ജീവിതത്തിൽ പുതിയ അധ്യായം ആരംഭിക്കാൻ അവസരമൊരുക്കുന്നതോടൊപ്പം കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെയും ഉന്നമനത്തിന് ക്രിയാത്മകമായ സംഭാവന ചെയ്യാൻ അവസരമൊരുക്കുകയാണ് ലക്ഷ്യമെന്നും ഭരണാധികാരികൾ വ്യക്തമാക്കി. 1295 തടവുകാരെ മോചിപ്പിക്കാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു. 1518 പേരെ മോചിപ്പിക്കാൻ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും 707 ആളുകളെ മോചിപ്പിക്കാൻ ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയും അജ്മാനിലെ ജയിലുകളിൽ നിന്ന് 207 തടവുകാരെ മോചിപ്പിക്കാൻ ഭരണാധികാരി ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുഐമിയും 111 പേരെ വിട്ടയക്കാൻ ഫുജേറ ഭരണാധികാരിയും ഉത്തരവിട്ടു. റാസൽ ഖൈമ 506 തടവുകാരെ മോചിപ്പിക്കും. ഭരണാധികാരി ഷെയ്ഖ് സൗദ് ബിൻ സക്കർ അൽ ഖാസിമിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടത്. ഇവരുടെ പിഴത്തുകയും ഏറ്റെടുക്കും. തടവുകാർക്ക് എത്രയും പെട്ടെന്ന് കുടുംബങ്ങളുടെ അടുത്തെത്താനുള്ള സാഹചര്യം ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായും അധികൃതർ അറിയിച്ചു. 24 ദുബായ്. ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴയിൽ ഇളവുമായി അബുദാബി പോലീസ്. നിയമലംഘനം നടത്തിയ തീയതി മുതൽ ആദ്യത്തെ 60 ദിവസത്തിനുള്ളിൽ ട്രാഫിക് പിഴ അടയ്ക്കുകയാണെങ്കിൽ 35% ഇളവ് ലഭിക്കും. നിയമലംഘനം നടത്തി 1 വർഷത്തിനകം പിഴയടച്ചാൽ 25% ഇളവ്. എന്നാൽ ഗുരുതര നിയമലംഘനങ്ങൾക്ക് ഇളവ് ബാധകമല്ല. വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ചയിൽ റഷ്യയെ ചൊല്ലി ഡൊണാൾഡ് ട്രംപ് സെലൻസ്കി വാക്പോര്. സെലൻസ്കിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് 3ാം ലോക മഹായുദ്ധത്തിന് ശ്രമിക്കുകയാണെന്ന കുറ്റപ്പെടുത്തൽ. യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനോട് പറയണമെന്ന് ട്രംപിനോട് സെലൻസ്കി ആവശ്യപ്പെട്ടു. We're trying to solve a problem. Don't tell us what we're going to feel. I'm not telling you. Because you're in no position to dictate that. Remember, you're in no position to dictate what we're going to feel. You're playing cards. You're gambling with the lives of millions of people. You're gambling with World War III. You're gambling with World War III. And what you're doing is very disrespectful to the country, this country. ഇപ്പോൾ വിശദാംശങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നുണ്ട്. മധു, ഈ റഷ്യ അമേരിക്ക ബന്ധം അത് ശക്തമായതിന് പിന്നാലെയാണല്ലോ ഇപ്പോൾ ഈ കൂടിക്കാഴ്ച. എന്തൊക്കെയാണ് ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായത്? ട്രംപിന്റെ ആരോപണം കടുത്തതാണല്ലോ മധു. ഉന്മേഷ്, ആധുനിക കാലത്ത് അമേരിക്കയിലെ വൈറ്റ് ഹൌസിന്റെ ഈ ഓവൽ ഓഫീസിൽ ഇത് ആദ്യമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റും ഒരു വിദേശ നേതാവും തമ്മിൽ ഇത്രയധികം ഒരു പിരിമുറുക്കം നടന്ന ഒരു ചർച്ചയും അതിനെ തുടർന്നുള്ള വാക്പോരുകളും നടക്കുന്നത്. ഇരു നേതാക്കളും പരസ്പരം തർക്കിക്കുകയും അവർ പരസ്പരമുള്ള വിശ്വാസമില്ലായ്മ പ്രകടിപ്പിക്കുകയും ചെയ്തു. സെലൻസ്കി റഷ്യയുമായി ചേർന്ന് നിന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രവർത്തിക്കുന്നത്, കൂടുതലും പുടിനുമായി അലൈൻ ചെയ്ത് നിൽക്കുകയാണ് എന്ന് പറഞ്ഞതാണ് ഡൊണാൾഡ് ട്രംപിനെ പ്രകോപിപ്പിച്ചതെന്ന് തോന്നുന്നു. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് സെലൻസ്കി ഒരു 3ാം ലോക മഹായുദ്ധത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് തന്റെ പ്രവർത്തനങ്ങളിലൂടെ കാണിക്കുന്നത്. സമാധാന ശ്രമങ്ങൾക്കായിട്ടുള്ള കരാറുകളിൽ ഒപ്പിടുക, അല്ലെന്നുണ്ടെങ്കിൽ വിട്ടുപോകുക എന്നുള്ളതായിരുന്നു ട്രംപിന്റെ നിലപാട്. അമേരിക്ക പറയുന്ന രീതിയിലുള്ള ഒരു സമാധാന കരാറിലേക്ക് യുക്രൈൻ എത്തുവാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ വേണ്ടി വന്നാൽ യുക്രൈനെ ഉപേക്ഷിക്കുമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും അതുപോലെ തന്നെ ട്രംപും അതേ രീതിയിൽ തന്നെ പറഞ്ഞു. തന്നെയുമല്ല, യുക്രൈന് നന്ദി ഉണ്ടാകണം. അമേരിക്കയുടെ ആയുധങ്ങൾ വെച്ച് ഈ യുദ്ധം ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ യുക്രൈൻ എന്നേക്കുമായി തീരുമായിരുന്നു. പക്ഷെ അതേസമയം സെലൻസ്കി അതിന് മറുപടി പറഞ്ഞത് 2 ആഴ്ച എന്തിനാണ് പറയുന്നത്, 3 ദിവസം കൊണ്ട് പുടിന്റെ ഭാഷയിൽ അന്ന് പറഞ്ഞാൽ പോലെ എന്നാണ് അതിന് മറുപടി കൊടുത്തത്. എന്നിരുന്നാൽ തന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞുള്ള ഇരുവരും തമ്മിലുള്ള ന്യൂസ് കോൺഫറൻസ് വൈറ്റ് ഹൌസ് റദ്ദാക്കിയിട്ടുണ്ട്. ട്രംപ് പറഞ്ഞിരിക്കുന്നത്, പിന്നീട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത്, സമാധാനത്തിന് തയ്യാറായി കഴിയുമ്പോൾ സെലൻസ്കിക്ക് വീണ്ടും മടങ്ങി വരാം. വൈകാരികമായിട്ട് സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണ് പുറത്തു വരുന്നതെന്നുള്ളത് ഇന്ന് കാണുവാൻ സാധിച്ചു. അമേരിക്കയ്ക്ക് സമാധാനമാണ് വേണ്ടിയത്. അമേരിക്കയെ അപമാനിക്കുകയായിരുന്നു സെലൻസ്കി വൈറ്റ് ഹൌസിൽ വന്ന് ചെയ്തതെന്നാണ് ട്രംപ് പറഞ്ഞത്. ഉന്മേഷ്.
ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കുവൈറ്റിൽ 3 മാസത്തിലേറെ നീണ്ടുനിന്ന രാജ്യാന്തര ഫെസ്റ്റിവൽ ലിറ്റിൽ വേൾഡ് 1ാം സീസണ് തിരശ്ശീല വീഴുന്നു. സ്വദേശികൾക്കൊപ്പം പ്രവാസി സമൂഹത്തിൽ നിന്ന് വലിയ സ്വീകാര്യതയാണ് ഫെസ്റ്റിവലിന് കിട്ടിയത്. കുവൈറ്റിലാദ്യമായി വിവിധ രാജ്യങ്ങളുടെ പവലിയനുകൾ സജ്ജീകരിച്ച് 3 മാസത്തിലേറെ കാലം നീണ്ടുനിന്ന ലിറ്റിൽ വേൾഡ് ഫെസ്റ്റിവലിന് തിരശ്ശീല വീഴുന്നു. കുവൈറ്റിലെ സ്വദേശികൾക്കിടയിലും പ്രവാസികൾക്കിടയിലും വലിയ സ്വീകാര്യതയാണ് ലിറ്റിൽ വേൾഡിന് ലഭിച്ചത്. വിവിധ രാജ്യങ്ങളുടെ പവലിയനുകൾ, സാംസ്കാരിക പരിപാടികൾ, വൈവിധ്യമായ ഭക്ഷണ രുചികൾ, കുട്ടികൾക്കുള്ള നിരവധി വിനോദ പരിപാടികൾ, ഷോപ്പിംഗ് ഏരിയ എന്നിവ ഉൾപ്പെടെ വളരെ ആകർഷകമായാണ് ലിറ്റിൽ വേൾഡ് സംഘടിപ്പിച്ചിരുന്നത്. കുവൈറ്റ് ഇന്റർനാഷണൽ ഫെയർ അതോറിറ്റിയുമായി സഹകരിച്ച് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ വിവിധ പവലിയനുകൾ ഒരുക്കിയ വേഗ ഇന്റർനാഷണൽ എക്സിബിഷൻസ് ആയിരുന്നു മുഖ്യ സംഘാടകർ. മിഷ്രിഫ് എക്സിബിഷൻ ഫെയർ ഗ്രൗണ്ടിലെ തുറസായ സ്ഥലത്താണ് ലിറ്റിൽ വേൾഡ് സജ്ജീകരിച്ചിരുന്നത്. മേളയിലെ ഏറ്റവും വലിയ പവലിയനുകളിൽ ഒന്നായ ഇന്ത്യൻ പവലിയൻ മുഖ്യ ആകർഷണമായിരുന്നു. ഇന്ത്യൻ പവലിയൻ ഒരുക്കിയത് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ബറാക്കാത്ത് എക്സിബിഷൻ CEO ചന്ദ്രൻ വേപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു. ഏറ്റവും മികച്ച പവലിയനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യൻ പവലിയൻ ആണ്. മികച്ച സ്വീകാര്യതയാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന് ചന്ദ്രൻ വേപ്പ് പറഞ്ഞു. കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായാണ് ഇങ്ങനത്തെ ഒരു വ്യാപാരമേള നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കുവൈറ്റിൽ. തുടങ്ങുമ്പോൾ നമുക്ക് പല ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യൻ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സമൂഹത്തിന് വലിയൊരു വേദിയാണ് ഇവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. ഇന്ത്യൻ സമൂഹത്തിന്റെ നിരവധി കലാപരിപാടികൾക്ക് വേദിയൊരുക്കാൻ കഴിഞ്ഞതായി ഇന്ത്യൻ പവലിയൻ ജനറൽ മാനേജർ അനിൽ ബേബ് പറഞ്ഞു. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നമ്മുടെ കൾച്ചറൽ പെർഫോമൻസിന് കൂടി വേദിയൊരുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഏകദേശം 146ഓളം പെർഫോമൻസാണ് ഇവിടെ അരങ്ങേറിയിട്ടുള്ളത്. ലിറ്റിൽ വേൾഡിലെത്തിയ സന്ദർശകർ വലിയ ആവേശത്തോടെയാണ് പ്രതികരിച്ചത്. DSFന് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ചെറിയ രൂപത്തിലാണെങ്കിൽ കൂടി കുവൈറ്റിൽ ആദ്യമായി ഉണ്ടായ അനുഭവം വളരെ ഹൃദ്യമായിരുന്നുവെന്നാണ് അവരുടെ അഭിപ്രായം. കുവൈത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ പരിപാടികളൊക്കെ. നമുക്ക് പല കൾച്ചർ, അവരുടെ ഫുഡ്, അവരുടെ കുസീൻ, അവരുടെ ക്ലോതിങ്, ഇതൊക്കെ നമുക്ക് ഷോപ്പ് ചെയ്യാനും അത് കണ്ട് എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു അവസരമാണ്. ഫാമിലി ആയിട്ടും പിള്ളേർ ആയിട്ടൊക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ, പിന്നെ ഷോപ്പിംഗ്, ഫുഡ് സ്റ്റോൾസ് നല്ലപോലെ ഉണ്ട്. മാർച്ച് 1 ഈ സീസൺ അവസാനിക്കുമെങ്കിലും പുതിയ സീസൺ വളരെ വിപുലമായി വരുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകരും സന്ദർശകരും. ജലിൻ തൃപ്രയാർ, 24 കുവൈറ്റ്. കുവൈറ്റ് ദേശീയ വിമോചന ദിന ആഘോഷങ്ങളോടനുബന്ധിച്ച് OICC കുവൈറ്റ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി മെട്രോ മെഡിക്കൽ കെയറുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ലിബിൻ മുഴക്കുന്ന് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ OICC കുവൈറ്റ് നാഷണൽ പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. ദേശീയ കമ്മിറ്റി ഭാരവാഹികളും വിവിധ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും മെട്രോ മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു. ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സജീവ സാന്നിധ്യമാകാൻ ഒരുങ്ങി ട്രിനിറ്റി ടെക്സാസ് റിയാലിറ്റി. ഫ്ലവേഴ്സ് USA ഡയറക്ടർ സിജോ വടക്കന്റെ നേതൃത്വത്തിൽ 20 വർഷത്തിലേറെയായി ടെക്സസിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം കഴിഞ്ഞ ദിവസമാണ് ദുബായിൽ പ്രവർത്തനം ആരംഭിച്ചത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വൻ കുതിപ്പിനാണ് ഓരോ വർഷവും ദുബായ് സാക്ഷിയാകാറുള്ളത്. ലോകത്ത് സുരക്ഷിതമായും സമാധാനപരമായും ജീവിക്കാനാകുന്ന നഗരങ്ങളിൽ മുൻനിരയിലുള്ള ദുബായിലേക്ക് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒഴുക്കാണ്. കഴിഞ്ഞ വർഷം മാത്രം 522 ബില്യൺ ദിർഹത്തിലധികം മൂല്യമുള്ള 1.80 ലക്ഷം ഇടപാടുകളാണ് ദുബായിൽ നടന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ 20 വർഷത്തിലേറെയായി അമേരിക്കയിലെ ടെക്സസിൽ പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ട്രിനിറ്റി ടെക്സസ് റിയാലിറ്റി ദുബായിലേക്ക് തങ്ങളുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നത്. ദുബായ്ക്ക് ആഗോള വ്യാപകമായി ലഭിക്കുന്ന സ്വീകാര്യതയാണ് ട്രിനിറ്റി ടെക്സസ് റിയാലിറ്റിയുടെ പ്രവർത്തനം ദുബായിൽ ആരംഭിക്കാൻ കാരണമെന്ന് ഫൗണ്ടർ ആൻഡ് CEO സിജോ വടക്കൻ വ്യക്തമാക്കി. അമേരിക്കയിലെ ട്രിനിറ്റി ടെക്സസ് റിയാലിറ്റി തന്നെയാണ് അവിടത്തെയും പേര്, ഇവിടത്തെയും പേര് അത് തന്നെയാണ്. അവിടെ 20 വർഷത്തോളമായി റിയൽ എസ്റ്റേറ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറെ ഗ്ലോബൽ മാർക്കറ്റിലോട്ട് വരുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ടെക്സസിൽ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നു. ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള മാർക്കറ്റാണ്. സോ ഐ എം വെരി എക്സൈറ്റഡ് ടു സ്റ്റാർട്ട് ദ ബിസിനസ് ഹിയർ അലോങ് വിത്ത് സിംഗിൾ. ദുബായ് നഗരം ഉറപ്പു നൽകുന്ന മികച്ച ജീവിത സാഹചര്യങ്ങൾ, സുരക്ഷിതത്വം എന്നിവ കണക്കിലെടുത്ത്
ദുബായിലെത്തുന്ന ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും മികച്ച പ്രോപ്പർട്ടി കണ്ടെത്തി കൊടുക്കാൻ ട്രിനിറ്റി ടെക്സസ് റിയാലിറ്റി കഴിയുമെന്ന് കമ്പനി പാർട്ണർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സിന്ധു ബിജു പറഞ്ഞു. ആക്ച്വലി ഇൻവെസ്റ്റർ എന്നുള്ള ഒരു രീതിയിൽ മാത്രമല്ല എൻഡ് യൂസേഴ്സിൻ്റെ എണ്ണം ഇവിടെ കൂടുന്നുണ്ട്. കാരണം അതിന് പ്രത്യേക ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ റെൻ്റലിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. വലിയ രീതിയിൽ റെൻ്റൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഓരോ എക്സ്പാറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് പ്രോപ്പർ റിട്ടേൺ കിട്ടുന്ന ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദേ ക്യാൻ ഇൻവെസ്റ്റ്, ദേ ക്യാൻ ഓൺ എ പ്രോപ്പർട്ടി ഹിയർ ഇൻ ദുബായ്. സോ അതും നല്ലൊരു മാറ്റം ക്രിയേറ്റ് ചെയ്യുന്നു. വിവിധ രാജ്യങ്ങളിൽ പ്രോപ്പർട്ടി ഷോ നടത്തുന്നതടക്കം തുടർന്നുള്ള നാളുകളിൽ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരുങ്ങുന്നതായും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. ബഹ്റൈൻ കേരളീയ സമാജം സംഘടിപ്പിച്ച 80ഓളം പരിപാടി ശ്രദ്ധേയം. കഴിഞ്ഞ ഒരു മാസമായി നടന്ന കേരളോത്സവത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബഹ്റൈൻ കേരളീയ സമാജം കേരളോത്സവത്തോടനുബന്ധിച്ചൊരുക്കിയ 80ഓളം എന്ന പരിപാടി ശ്രദ്ധേയമായി. 80കളുടെ ആവേശം ആസ്വദിക്കുകയും പുതിയ തലമുറയ്ക്ക് 80 കാലഘട്ടത്തെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതായിരുന്നു പരിപാടി. 80കൾ എന്ന തീമിലൊരുക്കിയ പരിപാടിയിൽ ഗൃഹാതുരത്വമുണർത്തുന്ന പഴയകാല വസ്ത്രധാരണ രീതിയും സ്റ്റാളുകളും ഫ്ലാഷ് മോബുകളും ഒരുക്കിയിരുന്നു. കേരളീയ സമാജത്തിൽ കഴിഞ്ഞ ഒരു മാസമായി നടന്ന കേരളോത്സവം പരിപാടിയുടെ ഭാഗമായാണ് 80ഓളം സംഘടിപ്പിച്ചത്. കേരളോത്സവത്തോടനുബന്ധിച്ച് അമൃതവർഷിണി, ഹംസധ്വനി, ഹിന്ദോളം, മേഘമൽഹാർ, നീലാംബരി എന്നിങ്ങനെ 5 ഗ്രൂപ്പുകളായാണ് മത്സരങ്ങൾ നടന്നിരുന്നത്. ഓരോ ഗ്രൂപ്പിൽ നിന്നും ചുരുങ്ങിയത് 75 പേരെങ്കിലും 80 കാലഘട്ടത്തിലേക്ക് മാറിയാണ് പരിപാടിയിൽ എത്തിയത്. ഓരോ ഗ്രൂപ്പിനും പ്രത്യേകം സ്ഥലം നൽകി ഫുഡ് സ്റ്റാൾ ഒരുക്കാനുള്ള സൗകര്യവും ചെയ്തിരുന്നു. അവരുടെ ഗ്രൂപ്പുകളുടെ പേരോ അനുയോജ്യമായ പേരുകളോ ഇട്ടുകൊണ്ടാണ് ഓരോ ഗ്രൂപ്പുകളും തട്ടുകടകൾ ഒരുക്കിയത്. 80കളിലെ വിഭവങ്ങളും രുചികളുമാണ് ഓരോ തട്ടുകടയിലും നമുക്കായി ഒരുക്കിയിരുന്നത്. ബഹ്റൈൻ കേരളീയ സമാജത്തിലെ അംഗങ്ങളായ ഫോട്ടോഗ്രാഫർമാർ പോലും 80കളിലെ ക്യാമറയടക്കം കയ്യിൽ കരുതിയാണ് പരിപാടിയിൽ എത്തിച്ചേർന്നത്. സമാജം അംഗങ്ങൾ ഒരുക്കിയ ഫ്ലാഷ് മോബിൽ കാണികളും പഴയ ഗാനങ്ങൾക്കൊപ്പം നൃത്തച്ചുവടുകൾ വെച്ചതോടെയാണ് 80ഓളത്തിന് സമാപനം കുറിച്ചത്. വൻ ജനക്കൂട്ടമാണ് 80ഓളത്തിലേക്ക് ഒഴുകിയെത്തിയത്. പരിപാടി വൻ വിജയമാക്കിയതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള നന്ദി രേഖപ്പെടുത്തി. സാഹിത്യ വിഭാഗം സെക്രട്ടറി, കേരളോത്സവത്തിന്റെ എക്സിക്യൂട്ടീവ് എക്സ് ഒഫീഷ്യായി വിനയചന്ദ്രൻ നായരും ജനറൽ കൺവീനർ അശ്ലി കുര്യനോടുമൊപ്പം 3 ജോയിന്റ് കൺവീനർമാരും ശ്രീവിദ്യ വിനോദ്, വിപിൻ മോഹൻ, CG ബിനുവും ഇവരോടൊപ്പം 30ഓളം കമ്മിറ്റി അംഗങ്ങളും അടങ്ങിയ സംഘാടക സമിതിയാണ് 80ഓളത്തിന് ചുക്കാൻ പിടിച്ചത്. 24 ബഹ്റൈൻ. ചന്ദ്രോപരിതലത്തിന്റെ അതിശയ ദൃശ്യങ്ങൾ പകർത്തി ബ്ലൂ ഗോസ്റ്റ് ബഹിരാകാശ പേടകം. ചന്ദ്രോപരിതലത്തിന്റെ സവിശേഷതകൾ കൂടുതൽ വ്യക്തമാക്കി തരുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ടെക്സാസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫയർഫ്ലൈ എയ്റോസ്പേസിന്റെ ബ്ലൂ ഗോസ്റ്റ് ബഹിരാകാശ പേടകം പകർത്തിയ ദൃശ്യമാണത്. ഫെബ്രുവരി 13-നാണ് പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയത്. മാർച്ച് 2-ന് പേടകം ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങാനുള്ള ശ്രമം ആരംഭിക്കും. ഇത് വിജയിച്ചാൽ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ സ്വകാര്യ ബഹിരാകാശ പേടകമായി ബ്ലൂ ഗോസ്റ്റ് മാറും. ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ മുകളിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിൽ ജനുവരി 15-നാണ് പേടകം വിക്ഷേപിച്ചത്. നാസയുടെ വാണിജ്യ ലൂണാർ പെലോട്ട് സർവീസ് സംരംഭത്തിന്റെ ഭാഗമാണ് ഈ ദൗത്യം. ചന്ദ്രോപരിതലത്തിലെ ഈ ദൃശ്യങ്ങൾ നാസയും പങ്കുവച്ചിട്ടുണ്ട്. റിസർച്ച് ഡെസ്ക് 24. സമകാലിക സമൂഹത്തിന് നേരെ പിടിച്ച കണ്ണാടിയാവുകയാണ് തൃശൂരിലെ അന്താരാഷ്ട്ര നാടകോത്സവ വേദിയിലെ ആദ്യ ദിന നാടകമായ ഹയവദന. ഭാവനയ്ക്കും യാഥാർത്ഥ്യത്തിനും ഇടയിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യൻ ദുർബലതകളെ തിരിച്ചറിഞ്ഞ് സ്വത്വത്തെ തിരയുകയാണ്. ഞാൻ ആരാണ്? ഹയവദന മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാന ചോദ്യം. സമകാലിക സാമൂഹ്യ സാഹചര്യത്തിൽ പരിസ്ഥിതിയോട് കലഹിക്കുന്ന മനുഷ്യൻ. ശരീരമാണോ തലച്ചോറാണോ പ്രസക്തമെന്ന ചിന്തയുടെ തീച്ചൂളയാണ് ഹയവദന. പാരമ്പര്യവും പുതുമയും കൂട്ടിച്ചേർത്ത ദൃശ്യാവിഷ്കാരം മനുഷ്യ മനസ്സുകളെ കീഴുമേൽ മറിക്കുന്ന ചിന്തകളാണ് പങ്കുവയ്ക്കുന്നത്.
പൂർണ്ണനാകാൻ കൊതിക്കുന്ന ഒരു കുതിരത്തലയുള്ള പുരുഷൻ. പ്രണയം, കലഹം, ഒടുവിൽ അപൂർണതയ്ക്കും പൂർണ്ണതയ്ക്കുമിടയിലുള്ള ജീവിത പ്രയാണവും. മനുഷ്യന്റെ ആത്മാന്വേഷണത്തിന്റെ പുതിയ ദിശകളും ചിന്തകളും ചേർത്തു വയ്ക്കുന്നതായിരുന്നു നാടകം. പ്രശസ്ത സംവിധായിക നീല മാൻസിംഗ് ചൗധരിയുടെ 100 മിനിറ്റ് നീണ്ട ഹിന്ദി നാടകം ബംഗളൂരുവിലെ ഭൂമിക ട്രസ്റ്റാണ് ഒരുക്കിയത്. 24 തൃശൂർ. 2022-23 വർഷങ്ങളിലെ സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ വിതരണം ചെയ്തു. 24 ഫ്ലവേഴ്സിനും 10 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ 24നും ഫ്ലവേഴ്സിനും നേട്ടം. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ എന്ന പ്രഭാത വാർത്താ ഷോയിലൂടെ 2022 മികച്ച അവതാരകനായി തിരഞ്ഞെടുക്കപ്പെട്ട 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്ക് വേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ വി അരവിന്ദ് പുരസ്കാരം ഏറ്റുവാങ്ങി. അരസ്യൽ ഗലാട്ടയിലൂടെ 2023 മികച്ച അവതാരകനുള്ള പുരസ്കാരവും വി അരവിന്ദ് ഏറ്റുവാങ്ങി. മികച്ച കോമ്പിയർ ആങ്കർ വാർത്തേതര പരിപാടി അരവിന്ദ് വി. പരിപാടി അരസ്യൽ ഗലാട്ട. മികച്ച വാർത്താവതരണത്തിനുള്ള സുപ്രധാന പുരസ്കാരം 2 വർഷവും 24ന് തന്നെ. 2022 പുരസ്കാരം സീനിയർ ന്യൂസ് എഡിറ്റർ അനുജ രാജേഷും 2023 പുരസ്കാരം ചീഫ് സബ് എഡിറ്റർ പ്രജിൻ സി കണ്ണനും സ്വീകരിച്ചു. മികച്ച വാർത്താവതാരകൻ പ്രജിൻ സി കണ്ണൻ. മികച്ച വാർത്താവതാരക അനുജ രാജേഷ്. കറന്റ് അഫയേഴ്സ് വിഭാഗത്തിൽ അവതരണത്തിനുള്ള പ്രത്യേക ജൂറി അവാർഡ് 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ കെ ആർ ഗോപികൃഷ്ണൻ ഏറ്റുവാങ്ങി. പ്രത്യേക ജൂറി പരാമർശം കറന്റ് അഫയേഴ്സ് ആങ്കർ കെ ആർ ഗോപികൃഷ്ണൻ. അഭിമുഖത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശം 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന് സമ്മാനിച്ചു. പ്രത്യേക ജൂറി പരാമർശം അഭിമുഖകാരൻ ദീപക് ധർമ്മടം. ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്ത അമ്മേ ഭഗവതിയിലെ അഭിനയത്തിന് മികച്ച 2ാമത്തെ നടനുള്ള പുരസ്കാരം സീനു രാഘവേന്ദ്രയും സൂസു സുരഭിയും സുഹാസിനിയും പരമ്പരയിലൂടെ മികച്ച 2ാമത്തെ നടിയായി അനുക്കുട്ടിയും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. മികച്ച 2ാമത്തെ നടി അനുമോൾ RS. സൂസു സുരഭിയും സുഹാസിനിയുമാണ് മികച്ച 2ാമത്തെ ടെലി സീരിയൽ. അമ്മേ ഭഗവതിയിലെ പ്രകടനത്തിലൂടെ നന്ദകുമാറാണ് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റുള്ള അംഗീകാരം ഏറ്റുവാങ്ങിയത്. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ് നന്ദകുമാർ ജിയ. പരിപാടി അമ്മേ ഭഗവതി. ടെലിവിഷൻ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2022 പുരസ്കാരം ദൂരദർശൻ മുൻ പ്രോഗ്രാം ഡയറക്ടർ ബൈജു ചന്ദ്രന് സമ്മാനിച്ചു. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. 24 തിരുവനന്തപുരം. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്ന് നടപ്പിലാക്കുന്ന ഭവന പദ്ധതിയിലെ 2ാമത്തെ വീടിന്റെ താക്കോൽ കൈമാറി. കൂടരഞ്ഞി സ്വദേശി ഖദീജയ്ക്ക് വീടിന്റെ താക്കോൽ 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് കൈമാറി. സ്വന്തമായ ഒരു വീട്, ആ സ്വപ്നം ഖദീജയ്ക്കും മകൾക്കും യാഥാർത്ഥ്യമായി. 18 വർഷമായി മകളുമൊത്ത് വാടക വീട്ടിലായിരുന്നു ഇവർ. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. 18 വർഷമായി ഞാൻ വാടകയ്ക്ക് ഇരിക്കുന്നു. അപ്പോൾ ഒരു വീട് ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷം തന്നെയാണ്. ഇത് ഉണ്ടാക്കി തന്ന ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനോടും 24 കണക്റ്റിനോടും എനിക്ക് അതിയായ നന്ദിയുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. 100 വീടുകളാണ് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്ന് നിർമ്മിച്ചു നൽകുന്നത്. ഇതിൽ 2ാമത്തെ വീടാണ് ഖദീജയുടേത്. വീടിന്റെ താക്കോൽദാനം 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് നിർവഹിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതീകാത്മകമായിട്ട് തന്നെ ഒരുപാട് ഖദീജമാർക്ക് ഇങ്ങനെയുള്ള സഹായം കിട്ടട്ടെ. കാരണം സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ നമ്മൾ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ രംഗത്ത് വരേണ്ടത്. കാരണം ഒരു വീടെന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയിലാണ് 24 ഫ്ലവേഴ്സും ഈ യജ്ഞം ഏറ്റെടുത്തത്. ഏറ്റവും അർഹതപ്പെട്ട ആൾക്കു തന്നെയാണ് വീട് ലഭിച്ചതെന്ന് കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ്. ജീവകാരുണ്യത്തിൻ്റെ ഉദാത്ത മാതൃക കേവലം ഇവിടെ മാധ്യമ പ്രവർത്തനം മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ഒരു കാൽവെപ്പ് എന്നുള്ളത് 24നെ സംബന്ധിച്ചും പ്രത്യേകിച്ചും ഈ നാട് തെരഞ്ഞെടുത്ത 24നോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ആദ്യ വീടിന്റെ താക്കോൽദാനം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്നിരുന്നു. മറ്റിടങ്ങളിലെ വീടുകളുടെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ്. 24 കോഴിക്കോട്. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.